വളരെ ശക്തമായിട്ടുള്ള മഴയും വെള്ളപ്പൊക്കവുമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇടുക്കിയിൽ നിന്നും, വയനാട് നിന്നും, അതോടൊപ്പം തന്നെ പത്തനംതിട്ട അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുമാണ്. പത്തനംതിട്ടയിലും കനത്ത മഴ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കിയിലും ഈ ദുരന്തം ഉണ്ടായ പ്രദേശത്തിലൊഴികെ മറ്റ് സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെയുള്ള മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കൃഷിനാശവും അതോടൊപ്പം തന്നെ വീടുകൾക്ക് മുകളിലേക്ക് മരമടക്കം മറിഞ്ഞു വീണുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. വയനാട്ടിലാണ് ഇന്ന് നാശനഷ്ടമുണ്ടായ പ്രധാനപ്പെട്ട ജില്ലകളിൽ മറ്റൊന്നെന്ന് പറയുന്നത്. വയനാട്ടിൽ മേപ്പാടിയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. വലിയ ദുരന്തം തന്നെയാണ് അവിടെ ഉണ്ടായത്. ആൾനാശം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും വലിയ നാശനഷ്ടം കെട്ടിടങ്ങൾക്ക്, വീടുകൾക്ക്, കൃഷിയിടത്തിന് ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. മേപ്പാടിയിലും ഇതുപോലെയുള്ള ഉരുൾപൊട്ടൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റ് ഓരോ സ്ഥലങ്ങളും മലപ്പുറത്താണെങ്കിലും പാലക്കാടാണെങ്കിലും എറണാകുളത്താണെങ്കിലും കോട്ടയത്താണെങ്കിലുമെല്ലാം വലിയ നാശനഷ്ടം ഈ പെരുമഴ വരുത്തി വെച്ചിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. പമ്പ, പത്തനംതിട്ട പമ്പ നിറഞ്ഞൊഴുകുകയാണ്. അതോടൊപ്പം തന്നെ പമ്പ ഒഴുകിയെത്തുന്ന താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. തണ്ണീർമുക്കം ബണ്ട് തുറന്നിട്ടില്ല എങ്കിൽ കുട്ടനാട്ടിൽ അടക്കം വലിയ ദുരന്തമുണ്ടാകുമെന്നാണ് സ്ഥലം MLA അടക്കമുള്ളവർ പറയുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ എത്രയും വേഗം ഉണ്ടാകണമെന്ന് സ്ഥലം MLA രാജു എബ്രഹാം അല്പം മുൻപ് നമ്മളോട് പറയുകയും ഉണ്ടായി. അതോടൊപ്പം തന്നെയാണ് മൂന്നാറിൽ നിന്നും കാണുന്ന ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മളോടൊപ്പം രാജ്യമലയിൽ രക്ഷാപ്രവർത്തനത്തിനൊപ്പം പങ്കെടുക്കുന്ന ശ്രീ സെബിൻസ്റ്റർ ചേരുന്നുണ്ട്. സെബിൻസ്റ്റർ, രാവിലെ മുതൽ താങ്കൾ അവിടെ നിന്നുമുള്ള വിവരങ്ങൾ ന്യൂസ് 18-നുമായി പങ്കുവെക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയുമാണ്, അതിനൊപ്പം താങ്കളും ഉണ്ട്. എങ്ങനെയാണ് ഈ വൈകുന്നേരമാകുമ്പോൾ അവിടുത്തെ അവസ്ഥ സെബിൻസ്റ്റർ? 15 മൃതദേഹങ്ങളാണ് ഇതുവരെ റിക്കവർ ചെയ്യാൻ പറ്റിയത്. ഇതിലെ ദാരുണമായ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മൃതദേഹം ഒഴുകിപ്പോയ നിലയിൽ താഴെ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഈ പെട്ടിമുടി കഴിഞ്ഞ് ഗ്രേവൽ ബാങ്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ ഗ്രേവൽ ബാങ്കിൽ നിന്നാണ് 2 മൃതദേഹം വോളണ്ടിയേഴ്സ് അന്വേഷിച്ച് പോയപ്പോൾ കിട്ടുന്നത്. അത് ഈ സ്ഥലത്ത് നിന്ന് എത്ര ദൂരമുണ്ടാകും ഈ സംഭവ സ്ഥലത്ത്? ഏകദേശം 3 കിലോമീറ്ററോളം താഴെയായിട്ടാണ്. അപ്പോൾ അത്രയ്ക്ക് വലിയ ആഘാതം, അത്രയ്ക്ക് വലിയ ശക്തി എല്ലാം ഉണ്ട് അല്ലെ? അതെ. കാരണം ഈ ഉരുളുപൊട്ടി വന്നിരിക്കുന്നത് നേരെ ചെറിയൊരു തോടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മുകളിൽ വേറെ 3 ഉരുളുപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മഴയും കാരണം അതൊരു മഴവെള്ളപ്പാച്ചിലായിട്ടാണ് താഴേക്ക് ഒഴുകുന്നത്. അതിലേക്കാണ് ഈ ഉരുളുപൊട്ടി വന്നടിക്കുന്നത്. ഈ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ 3 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് പോലും മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അതിൻ്റെ ആഘാതം അത്രയ്ക്ക് വലുതാണ്. അതോടൊപ്പം തന്നെ എത്ര അടി ഉയരത്തിൽ ഇപ്പോൾ ഈ മണ്ണും അതോടൊപ്പം തന്നെ ചെളിയുമെല്ലാം ഉണ്ടാകും? അപ്പോൾ അത്രയും ആഴത്തിൽ ഉള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ ഒക്കെ കണ്ടെത്തുക എങ്ങനെയായിരിക്കും അത്? നിലവിൽ ഹിറ്റാച്ചിയും JCBയും എല്ലാം രക്ഷാപ്രവർത്തനത്തിനുണ്ട്. പക്ഷേ അതിൽ ഹിറ്റാച്ചിക്ക് മാത്രമേ ചെളിയിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുന്നുള്ളൂ. JCBകൾക്ക് അവിടെ കപ്പാസിറ്റി കുറവാണ്, അവിടെ നിന്ന് ചെളി കാരണം. മറ്റൊരു കാര്യം, ഈ കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? എങ്ങനെ രക്ഷാപ്രവർത്തനം രാത്രിയിൽ നടത്താൻ പറ്റുമോ? എന്താണ് അവസ്ഥ? ഭയങ്കര പ്രതികൂലമാണ്. കോരിച്ചു വീണ മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. സബ് കളക്ടർ, SP, DYSP, റവന്യൂ സംഘം, ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥർ, എല്ലാ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ എല്ലാവരും ഇവിടെയുണ്ട്, സ്ഥലത്തുണ്ട്. ഈ മഴ ഇപ്പോഴും ശക്തമായി തുടരുക തന്നെയാണ്. അതോടൊപ്പം മഞ്ഞും എല്ലാം ഉണ്ട് അല്ലേ? ശക്തമായി കോരിച്ചൊരിയുന്ന മഴയാണ്. അതോടൊപ്പം മഞ്ഞുണ്ട്. ഏകദേശം നമുക്കൊരു 200 മീറ്റർ വിസിബിലിറ്റി ഉള്ളൂ. അത് കഴിഞ്ഞാൽ വിസിബിലിറ്റി പോലും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് രാത്രിയിൽ രക്ഷാപ്രവർത്തനം നടത്തുക, ഇപ്പോൾ കളക്ടർ നേരത്തെ പറഞ്ഞിരുന്നു രാത്രിയിലും രക്ഷാപ്രവർത്തനം നടത്തും, ഈ NDRF അടക്കമുള്ളവർ വരുമെന്ന് പറഞ്ഞു. പക്ഷേ അതിന്റെ ഒരു വേഗത ഈ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അല്ലെ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം JCBയോ ഹിറ്റാച്ചിയോ മണ്ണെടുക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം വന്ന് അടിയുകയാണ്, ചെളിവെള്ളം വന്ന് നിറയുക. അപ്പൊ അത് പിന്നെയും ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ്.
അപ്പൊ കാന കോരി എടുത്തിട്ടാണ് ഓരോ സ്ഥലം അവര് കുഴിച്ചു നോക്കുന്നത്. ഇതോടൊപ്പം ഇപ്പോൾ 15 പേരെയാണല്ലോ നമുക്ക് 15 മൃതദേഹങ്ങളാണല്ലോ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ ഈ മറ്റ് നടപടിക്രമങ്ങൾ എവിടെയായിരിക്കും, എങ്ങനെയാണ്, വല്ല ധാരണയുമായിട്ടുണ്ടോ? പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ എത്ര മൃതദേഹങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്താൻ പറ്റത്തില്ല, കാരണം അതിനുള്ള സൗകര്യമില്ല. അപ്പൊ നിലവിൽ അത് മൂന്നാറിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കോവിഡ് പ്രോട്ടോകോൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. റൈറ്റ്. അപ്പോൾ കോട്ടയത്ത് കൊണ്ടുപോയതിനു ശേഷമായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇപ്പോൾ ചെയ്യുക അല്ലേ? കോട്ടയത്തേക്കാണോ ഉള്ളതിന് ഒരു കൺഫർമേഷൻ ഇല്ല. എന്തായാലും ഇവിടെ നിന്ന് സ്ഥലത്ത് നിന്ന് ഇപ്പോൾ മൃതദേഹങ്ങൾ മാറ്റി തുടങ്ങി. 108 ആംബുലൻസുകൾ ഉണ്ട് ഇവിടെ, ആവശ്യത്തിന് ആംബുലൻസുകൾ ഇവിടെ നിലവിലുണ്ട്. അപ്പോ മൃതദേഹങ്ങൾ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. സെബിൻസ്റ്റർ, മറ്റു കാര്യം ഈ വൈദ്യുതി ഇല്ലാത്തതും അതേപോലെ തന്നെ ഈ മൊബൈൽ കണക്ടിവിറ്റി ഇല്ലാത്തതും അത് രക്ഷാപ്രവർത്തനത്തിനും വലിയ തടസ്സമാകുന്നുണ്ട്, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ രാത്രിയാകുമ്പോൾ അല്ലേ? അതെ, ഉറപ്പായിട്ടും. ഇപ്പൊ നിലവിൽ ജനറേറ്റർ വെച്ചിട്ടാണ് ഇവിടെയുള്ള ചെറിയൊരു മൊബൈൽ ടവർ ഉണ്ട്, അത് ജനറേറ്ററിലാണ് പ്രവർത്തിക്കുന്നത്. അതുമൂലം മാത്രമാണ് ഇപ്പൊ കണക്ടിവിറ്റി കുറച്ചെങ്കിലും നടക്കുന്നത്. പിന്നെ വൈദ്യുതിക്കും ജനറേറ്ററാണ്, മുഴുവൻ പോസ്റ്റുകളും എല്ലാം തന്നെ പോയിരിക്കുകയാണ് മരം വീണ്. സെബിൻസ്റ്റർ, ഇപ്പോൾ ഈ പല കണക്കുകളും വരുന്നുണ്ട്. ഒരു കൃത്യമായിട്ട് നമുക്ക് സ്വാഭാവികമായി നമുക്കറിയില്ല 4 ലയങ്ങളിൽ എത്ര പേരെന്ന്. എന്നാലും ഇനിയിപ്പോൾ എത്ര പേരെ കണ്ടെടുക്കാനുണ്ടാകുമെന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. നിലവിലെ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 81 പേരെയാണ് കാണാതായിട്ടുണ്ടെന്ന് പറയുന്നത്. ആ 81 പേര് മുഴുവൻ അവിടെയുണ്ട്. അതിൽ 11 പേര് രക്ഷപ്പെട്ടു. അപ്പൊ ബാക്കിയുള്ളത് 70 ആ 70-ൽ 15 മൃതദേഹങ്ങൾ നമുക്ക് ലഭിച്ചു. അപ്പോൾ 55 പേരെ കുറിച്ച് ഇനി ഒരു ധാരണ കിട്ടാനുണ്ട് അല്ലെ? ധാരണ കിട്ടാനുണ്ട്. അവർ വെള്ളത്തിൽ ഒഴുകിപ്പോയിട്ടുണ്ടോ അതോ മണ്ണിനടിയിലാണോ, അല്ലെങ്കിൽ അവരെ രക്ഷിക്കാനുള്ള സാഹചര്യം ഇനി ബാക്കിയുണ്ടോ? രക്ഷിക്കാനുള്ള സാഹചര്യം തീരെ കുറവാണ്. കാരണം ആകെ ഒരു ലയൻസിന്റെ ഒരു കുറച്ച് ഭാഗം മാത്രമേ പുറത്തുള്ളൂ, ബാക്കി മൊത്തം മണ്ണിനടിയിലാണ്. മറ്റൊരു കാര്യം, ഇതിപ്പോൾ ഈ 3 കിലോമീറ്റർ ഒഴുകിപ്പോയി താഴത്തേക്ക് എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് ഒഴുകിപ്പോയിട്ടുള്ള ആ സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ്? അതും ദുർഘടമാണ്. മൊത്തം പാറക്കെട്ടുകളാണ്. ഇത്ര വെള്ളം പൊതുവെ ഒഴിയാത്ത സ്ഥലങ്ങളാണ്. പക്ഷെ ഈ മഴ കാരണമാണ് അത് വലിയൊരു നദി ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് കുത്തൊഴുകുന്ന നദി പാറക്കടലിൽ കൂടെ. റൈറ്റ്. വളരെയധികം നന്ദി സെബിൻസ്റ്റർ. വീണ്ടും തുടരാം. ഏതായാലും രാവിലെ മുതൽ ന്യൂസ് 18 പ്രേക്ഷകരുമായി താങ്കൾ അവിടുത്തെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു. മറ്റു വിവരങ്ങൾ കൂടുതൽ അറിയുമ്പോൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഇത്രയും സമയം സംസാരിച്ചതിൽ വളരെയധികം നന്ദി.